ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് എനാബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഇതിനായിട്ട് ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ അരിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, ആ കപ്പിന് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചിട്ടുള്ള മുഴുവൻ പൗഡറും ഞാൻ ഇട്ടിട്ടുണ്ട്. കൊക്കോ പൗഡർ ഇടുന്നതുകൊണ്ട് ഫുൾ പഞ്ചസാരയും വേണം. നമ്മൾ വൈറ്റ് കളർ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് വൈറ്റ് ഫോറസ്റ്റ് പോലുള്ള കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ 3/4 കപ്പ് പഞ്ചസാര മതി. ഇനി അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. ഞാൻ 1/4 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്, ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ ഒഴിച്ച് കൊടുക്കാം. 1/4 കപ്പ് തൈരും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണം പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിനി ബാക്കി എടുത്ത് വെച്ചേക്കണ 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ബാക്കിയുള്ള പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എഗ്ലെസ് കേക്ക് ആയതുകൊണ്ട് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. വെറും ഒരു സ്പൂണോ ഫോക്കോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കേക്ക് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മളൊരു കേക്ക് ടിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചാണ് ഈ കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം. അടിയിലൊരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതിൽ എണ്ണ തേച്ചാലും മതി. ഇനി ഈ ബാറ്റർ ഈ കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചേക്കണം കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തു, ഒന്ന് തട്ടി കൊടുത്തു. എന്നിട്ട് ഞാനിപ്പോൾ 150 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ കേക്ക് ടിൻ വെച്ച് കൊടുത്തിട്ട് 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തേക്കണതാണ്. നിങ്ങൾക്ക് അടുപ്പിൽ വെച്ചും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 40-50 മിനിറ്റ് ആവും. സ്മെല്ല് ശ്രദ്ധിച്ചോളണം. ഇപ്പം നമ്മൾ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചോക്ലേറ്റ് റെഡിയാക്കുവാണ്. അതിനായിട്ട് കുറച്ച് ചോക്ലേറ്റ് എടുത്ത് ഡബിൾ ബോയിൽ ചെയ്തിട്ട്, ഡാർക്ക് ചോക്ലേറ്റാണ് എടുക്കുന്നത്, അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നേരിയ ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്തിട്ട്, അധികം തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സെറ്റായി പോവും. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ക്രോസ് ആയിട്ടാണ് ഒഴിക്കുന്നത്. ഒരു നേരം ഒരു സൈഡിലേക്ക് ഒഴിച്ചെങ്കിൽ പിറ്റേ പ്രാവശ്യം തിരിച്ചാണ് ഒഴിക്കേണ്ടത്. എന്നിട്ടിത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. ഇനി ആ കേക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കണം. തണുത്തിട്ടാണ് നമ്മൾ ഐസിങ് ചെയ്യണത്. ഇനി കേക്കിനെ ഒന്ന് ഡിമോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലുള്ള ആ പ്രാച്ച്മെൻറ്റ് പേപ്പർ, ആ ബട്ടർ പേപ്പർ എടുത്ത് കളയുകയാണ്. എന്നിട്ട് കേക്കിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് മുകൾ ഭാഗം. എന്നിട്ട് ഇതിനെ നമുക്ക് 3ആയിട്ട് മുറിക്കാം. നിങ്ങൾക്ക് 2ആയിട്ട് മുറിക്കണമെങ്കിൽ അങ്ങനെ മുറിക്കാം, എങ്ങനെ ഇഷ്ടമുള്ള പോലെ മുറിക്കാം. ഇപ്പം നമ്മൾ ഒരു കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഒരു ട്വൈൻ വെച്ചിട്ട് ആണ് മുറിച്ചെടുക്കുന്നത്. ട്വൈൻ ഇങ്ങനെ അറ്റം വരെ റൗണ്ട് ഷേപ്പിലെടുത്തിട്ട് ഒന്ന് കെട്ടിടണ പോലെ ഒന്ന് കാണിച്ചിട്ട്, അങ്ങനെയാണ്, കെട്ടിടണ്ട, വെറുതെ ഒന്ന് കാണിച്ചാൽ മതി. എന്നിട്ട് വലിക്കുമ്പോൾ അത് 2ആയിട്ട് പിളർന്നു പോന്നോളും. ഇനിയിപ്പോൾ അടിയിലുള്ളത് നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ആ വരഞ്ഞ സ്ഥലത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് അറ്റത്തെടുക്കുമ്പോൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കാണിച്ചിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് മുറിഞ്ഞു വരും. ഇനി നമുക്കിതിനെ, ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്, അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം എടുത്ത് മാറ്റാനൊക്കെ. കേക്ക് നമ്മൾ ബട്ടർ ഇടാത്തതുകൊണ്ടും മുട്ടയ്ക്ക് വേറെ സാധനങ്ങളൊക്കെ അല്ലേ ഇട്ടേക്കണം, അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി കൂടി ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് തിളപ്പിച്ച് ചൂടാറ്റി എടുക്കണം. എന്നിട്ട് അത് വെച്ച് നമ്മൾ സോക്ക് ചെയ്യാണ് കേക്ക്. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒഴിച്ചു കൊടുത്താലാണ്, സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി, എന്നാലേ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഈ കേക്ക് സോക്ക് ചെയ്യണതിന് മുമ്പ് നമുക്ക് ക്രീം ഒന്ന് അടിച്ചു വെക്കണമായിരുന്നു. അതിനായിട്ട് 1 കപ്പ് ക്രീം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. തുടങ്ങുമ്പോൾ സ്പീഡ് 1-ലിട്ട് വേണം ചെയ്യാൻ തുടങ്ങാൻ. അത് കഴിഞ്ഞ് പതുക്കെ
കൂട്ടി കൂട്ടി കൊണ്ടുവരാം. ഏറ്റവും അവസാനമാകുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തേൽ 5ലോ 4ലോ ഒറ്റയാണോ ലാസ്റ്റ് അതുവരെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഡബിളായി വരണം, കമത്തിയാലും പോരുത്. ഇപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. നമ്മളതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒരു കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. മുകൾ ഭാഗം നന്നായിട്ട് പിരിച്ച് നമ്മുടെ കയ്യിൽ പിടിക്കണം. എന്നിട്ട് അത് ആ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കണം കേക്കിൻ്റെ മീതയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. മറ്റേ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മളെടുത്ത് ക്രീം വെച്ച് കൊടുക്കുമ്പോൾ കുറേ സമയം എടുക്കും. ഇതാകുമ്പോൾ എളുപ്പം കഴിയും. അതിനാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെ വേണമെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യണില്ല. നമ്മൾ ചോക്ലേറ്റിൻ്റെ കേജൊക്കെ അവസാനം വെക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യണില്ല. ഇനി ഇത് ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലെയറും വെച്ചിട്ട് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വീണ്ടും ക്രീം തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ആ പൈപ്പിംഗ് ബാഗിൽ സ്ക്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും അത് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. അടുത്ത ലെയർ വെക്കുക. ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്യുക. നന്നായിട്ട് ക്രീം വെച്ച് കൊടുക്കുക. ഫുൾ കവർ ചെയ്യണം, സൈഡും മുകൾ ഭാഗവും ഒക്കെ. ഇതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കാം. ഇപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചേക്കണ ചോക്ലേറ്റിൻ്റെ കേജ് കൊണ്ടുവന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആ പേപ്പർ അങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് അമർത്തി കൊടുക്കുക. എന്നിട്ട് പതുക്കെ അമർത്തണം കേട്ടോ. നന്നായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഫോഴ്സ് കൊടുക്കരുത്. എന്നിട്ട് പതുക്കെ അതിങ്ങനെ വിടിയിച്ച് എടുക്കാം നമുക്ക്. ആ പേപ്പർ മാത്രം ഇങ്ങനെ പോരുന്ന രീതിയിൽ എല്ലാ വശത്തും കൈ വച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അതും കൂടി ഇങ്ങോട്ട് പറഞ്ഞു പോരും. ഇനി നമുക്കത് പതുക്കെ ഇളക്കിയെടുക്കാം. നല്ല ശ്രദ്ധ കൊടുത്ത് വേണം ചെയ്യാൻ. അതിന്ന് വിട്ടുപോണ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ തന്നെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയുള്ളത് നമ്മൾ ഇതിൻ്റെ മുകളിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ചെയ്യാം. ചോക്ലേറ്റ് വെച്ച ഒരു റെക്റ്റാങ്കിൾ പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് രണ്ടായിട്ട് കോൺ പോലെ മുറിച്ചിട്ട് അപ്പുറത്തും വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതുപോലെ എല്ലാം ചെയ്യാം. ഇനി ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇതിൻ്റെ മീതയിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. സൈഡിലുമൊക്കെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആവും. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ഒരു പിശുക്കും കാണിക്കല്ലേ. ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.